2026 മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ, കാരണം ഏകദേശം ഒരു ധാരണ ഇപ്പം ആയി മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന. കാരണം അടൂർ ഗോപാലകൃഷ്ണന്റെ ചിത്രം പദയാത്ര ഒരുപക്ഷെ വലിയ കൊമേഴ്സ്യൽ സംഭവങ്ങളൊന്നും ആയില്ലെങ്കിലും ഒരുപക്ഷെ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോകുന്ന മമ്മൂട്ടിയുടെ അഭിനയ പ്രാധാന്യമുള്ളൊരു ചിത്രമായിരിക്കും. അതിനുശേഷം D55 പേരൻപ് എന്ന തമിഴ് ചിത്രത്തിന് ശേഷം മമ്മൂട്ടി തമിഴിൽ അഭിനയിക്കുന്ന ചിത്രമാണ്. ധനുഷിന്റെ 55ാമത്തെ ചിത്രം ഒരു വലിയ കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള ചിത്രമാണെന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. തമിഴ് ചിത്രമാണ്. നമുക്ക് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റിലീസ് ചെയ്യുമ്പോൾ അറിയാം. എന്തായാലും മമ്മൂട്ടി ചുമ്മാ പോയി ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കത്തില്ല എന്നുള്ള പ്രതീക്ഷ നമുക്ക്, കാരണം അമരന്റെ ഡയറക്ടറാണ് ഇതിൻ്റെയും ഡയറക്ടർ. അതിനുശേഷം മമ്മൂട്ടിയെ കാത്തിരിക്കുന്ന ഗംഭീര 1-2-3 പ്രോജക്റ്റുകളുണ്ട്. കാരണം അത് ഷുവർ ബ്ലോക്ക് ബസ്റ്റർ ആകാനുള്ള ചാൻസ് ഉള്ള പ്രോജക്റ്റാണ്. അതിനകത്ത് ഒന്ന് നിതീഷ് സഹദേവൻ്റെയാണ്. ഫാലിമി പോലുള്ള ഒരു ചെറിയ താരനിര വെച്ച് സൂപ്പർ ഹിറ്റ് ആക്കിയ ഡയറക്ടറാണ്. തമിഴ്നാട്ടിൽ പോയി ജീവ വെച്ച് ഹിറ്റാക്കി ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ 3ാമത്തെ സിനിമയാണ്. സിനിമയ്ക്ക് ഒഫീഷ്യലായിട്ട് പേരിട്ടിട്ടില്ല, പക്ഷേ ജോജുവും അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂടും ഒക്കെ അഭിനയിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഖാലിദ് റഹ്മാന്റെ ഇപ്പം തന്നെ വളരെ ഫേമസ് ആയ പേരാണ് മട്ടാഞ്ചേരി മാഫിയ. ഖാലിദ് റഹ്മാന്റെ സംവിധാനം, ലോക്കൽ പടമാണ്, ലോക്കൽ കഥയാണ് മട്ടാഞ്ചേരി മാഫിയ. അതിനകത്ത് ആസിഫ് അലിയുണ്ട്, നസിലിനുണ്ട്, ഗണപതിയുണ്ട്, ലുക്മാനുണ്ട്, അങ്ങനെയുള്ള താരനിലുണ്ട്. സുഷീൻ ശ്യാമിന്റെ മ്യൂസിക്, അങ്ങനെ കിടുകാച്ചി ഒരു സാധനമായിരിക്കും ഈ പറഞ്ഞ മട്ടാഞ്ചേരി മാഫിയ. ഇതൊക്കെ മമ്മൂട്ടിയുടെ പലരും കളിയാക്കുന്ന പല കാര്യങ്ങൾ, 100 കോടിയില്ല, ചിലപ്പോൾ 200 കോടിയോ 300 കോടിയോ ഒക്കെ എത്താൻ സാധ്യതയുള്ള ചിത്രങ്ങളാണ്. അത് കഴിഞ്ഞാൽ ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മമ്മൂട്ടി വെച്ചൊരു പണം ചെയ്യുന്നതിന്റെ സംവിധാനം ഖാലിദ് റഹ്മാൻ മാറി മറ്റൊരു ഗംഭീര സംവിധാനം അവർ കൊണ്ടുവരും എന്നുള്ളതിൽ സംശയം വേണ്ട. അതൊരു ഗാങ്സ്റ്റർ മൂവി അല്ലെ, അത് ഗംഭീര ഒരു സിനിമ ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ 2 സിനിമകൾ മമ്മൂട്ടിയുടെ ഉറപ്പായിട്ടുള്ള 2 സിനിമകൾ പിന്നീടുള്ളത്, ഒന്ന് CBI 6 ആണ്. ജോഫിൻ കെ മധു SN സ്വാമി ടീമായിരുന്നു CBI 5 വരെ ചെയ്തത്. അതിന്റെ റൈറ്റ്സ് എല്ലാം മമ്മൂട്ടി കമ്പനി സ്വന്തമാക്കിയപ്പം മമ്മൂട്ടി അത് ജോഫിൻ എന്ന് പറയുന്ന രേഖാചിത്രവും പ്രീസ്റ്റും ഒരുക്കിയ സംവിധാനമാണ്. ചെറുപ്പക്കാരൻ സംവിധാനമാണ്. അതിനകത്ത് മിഥുൻ മാനുവലും രേഖാചിത്രത്തിന്റെ റൈറ്റേഴ്സും അതിനകത്ത് റൈറ്റേഴ്സായിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ CBI 6 പുത്തനൊരു ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണാൻ പറ്റുന്ന നല്ല രസകരമായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട് CBI 6. പിന്നെ കണ്ണൂർ സ്ക്വാഡ്, നമുക്കറിയാം ഒരൊറ്റൊരാൾ പോലും വിമർശിക്കാത്ത ഗംഭീര ഒരു മമ്മൂട്ടി സിനിമയാണ്. 100 കോടിക്ക് അരികെ വരെ എത്തിയെങ്കിൽ പോലും 85-86 എത്തിയെങ്കിൽ പോലും 100 കോടി പ്രൊമോഷൻ കൊണ്ടുമൊക്കെ പോയൊരു സിനിമയാണ്. പക്ഷേ ഇതൊരു ഗംഭീര ഇനീഷ്യൽ കിട്ടിയാൽ ഇത് ഗംഭീരമായ ഒരു കളക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. റോബിയാണ് ഇതിന്റെ സംവിധാനം. കണ്ണൂർ സ്ക്വാഡ് 2ഉം ഈ വർഷം ഷൂട്ടിംഗ് തുടങ്ങാൻ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മമ്മൂട്ടിയുടെ ഏകദേശം നല്ല കുറേ ഗംഭീര കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള ചിത്രങ്ങൾ ഉണ്ട്. പിന്നെ മമ്മൂട്ടിയെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. ഈ പറഞ്ഞ പോലെ എത്ര ഗംഭീര ചിത്രങ്ങളുണ്ടെങ്കിൽ ഒരു നല്ലൊരു നവാഗത സംവിധാനം പുത്തൻ വന്നു കഴിഞ്ഞാൽ, നല്ല കഥയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡേറ്റ് കൊടുക്കുന്ന രീതിയുണ്ട്. എന്തായാലും ഉറപ്പിക്കാം മമ്മൂട്ടിയുടെ ഗംഭീര ചിത്രങ്ങൾക്കായി.